പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ മാനന്തവാടി വികസനത്തിന്റെ കാര്യത്തിൽ ശോചനീയമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ പട്ടണം കാലങ്ങളായി വികസനത്തിന്റെ വാഗ്ദാനങ്ങൾ കേട്ടു. പട്ടണത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ വരുന്നുവെന്ന പ്രഖ്യാപനങ്ങൾ കേട്ടു. നിരവധി മാസ്റ്റർ പ്ലാനുകൾ ആവിഷ്കരിക്കപ്പെടുന്നതും അവയെ മുൻനിർത്തി ധാരാളം പ്രസംഗ പരമ്പരകൾ നടത്തപ്പെടുന്നതും കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ വികസനം ഇന്നും മാനന്തവാടിക്കാർക്കൊരു മരീചികയാണ്. ഇന്നെവിടെയും ജനങ്ങൾ ചോദിക്കുന്നത് നാം കേൾക്കുന്നു: എപ്പോൾ വരും നമ്മുടെ മാനന്തവാടിയിൽ ഒരു പ്രഭാതം? മാനന്തവാടിയിലെ മുനിസിപ്പാലിറ്റി റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. വൈദ്യുതി പോസ്റ്റുകൾ ഇരുട്ടിൽ കുളിച്ചു നിൽക്കുന്നു. വെളിച്ചം കാണാത്ത വഴികളിലൂടെ ജനങ്ങൾ നിഴലുകളായി നടന്നുപോകുന്നു. മാലിന്യ കൂമ്പാരങ്ങൾ നഗരത്തിന്റെ മുഖഛായയായി മാറിയിരിക്കുന്നു. മാർക്കറ്റുകൾ അഴുക്കിൽ മുങ്ങി. ശുദ്ധജല സ്രോതസ്സുകൾ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വീടും ഓരോ വഴിയും ഈ പട്ടണത്തിന്റെ മൗനവേദന പറയുന്നു. പക്ഷേ ഈ പട്ടണത്തിന്റെ കഥ ഇവിടെ ഇങ്ങനെ അവസാനിക്കരുത് എന്ന് കരുതുന്നവർ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇവിടെയുമുണ്ട് പ്രതീക്ഷ. ഇവിടെയുമുണ്ട് സ്വപ്നം കാണുന്നവർ. വികസനമെന്നത് കേവലം കെട്ടിടങ്ങളോ പദ്ധതികളോ മാത്രമല്ല. മനുഷ്യരുടെ ജീവിതത്തിൽ സമഗ്രമായ മാറ്റം വരുത്തുന്നതൊന്നാണ് വികസനം. ഈ പട്ടണം അത്തരത്തിലുള്ളൊരു വികസനം കാത്തിരിക്കുന്നു. ഒരിക്കലെങ്കിലും ആ വെളിച്ചം ഇവിടെയും വീഴുമെന്ന പ്രതീക്ഷയോടെ. ഇനിയും ഒരു നല്ല പ്രഭാതം വരും എന്ന് വിശ്വസിക്കുന്നവർ 2025 നവംബർ മാസം 8-ാം തീയതി മാനന്തവാടിയിൽ ഒത്തുചേരുകയാണ്. നമ്മെ നാളിതുവരെ ഭരിച്ച നയിച്ച അധികാരികളോട് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയായി എന്ന് ചോദിക്കാൻ, ഈ നഗരത്തിന് എന്നാണിനി ശാപമുക്തി കിട്ടുക എന്നന്വേഷിക്കാൻ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ശ്രീ മാവറ വർക്കി, ശ്രീ ശ്രീധരൻ മാസ്റ്റർ, ശ്രീ പി.ടി. ബിജു, ശ്രീ ജേക്കബ് സെബാസ്റ്റ്യൻ, ശ്രീ ഇ.ജെ. ബാബു, ശ്രീ എ.എം. നിഷാന്ത്, ശ്രീ അബ്ദുൽ ആസിഫ്, ശ്രീ വിപിൻ വേണുഗോപാൽ, അഡ്വക്കേറ്റ് റഷീദ് പടയൻ, ശ്രീമതി സുമ വി.എ., ശ്രീ കെ. ഉസ്മാൻ, ശ്രീ ബാബു ഫിലിപ്പ്, ശ്രീ ഷിനോജ് കെ.എം., ശ്രീ കെ.പി. ശ്രീധരൻ തുടങ്ങിയ നേതാക്കന്മാർ ഉത്തരം നൽകുന്നു. മോഡറേറ്റർ ശ്രീ കെ.ബി. സിമിൽ. നിങ്ങളും വരൂ, ഒന്നിച്ചു ചോദിക്കാം, നമുക്കും വേണ്ടേ വികസനം.